ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു സ്ക്വാഷ് ഉണ്ടാക്കിയാലോ. ഇതുണ്ടാക്കാനായിട്ട് വളരെയധികം സമയമോ ചിലവോ ഒന്നുമില്ല, അതും നല്ല ടേസ്റ്റും ആയിരിക്കും. ഞാനിവിടെ ചാമ്പക്ക വെച്ചിട്ടാണ് സ്ക്വാഷ് ഉണ്ടാക്കുന്നത്. വെറുതെ വേസ്റ്റാക്കുന്ന ചാമ്പക്ക മുഴുവൻ പറിച്ചെടുത്ത് ഇതുപോലെ ഉണ്ടാക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചൂടുകാലത്തൊക്കെ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. നന്നായി കഴുകിയെടുത്ത ചാമ്പക്ക കുരുവൊക്കെ കളഞ്ഞ് മിക്സിയിലടിച്ച് അരിച്ചെടുക്കാം. അതിനുശേഷം അരക്കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലിട്ട് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് അത് ഉരുക്കിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് അരിച്ച് മാറ്റി വെച്ച ചാമ്പക്ക ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഏകദേശം ഒരു 5-6 മിനിറ്റ് സമയം നന്നായി തിളപ്പിച്ചെടുക്കാം. ഇതുണ്ടാക്കിയാൽ നമുക്ക് എത്ര കാലം വരെ വേണമെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വയ്ക്കാം. വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ ഇത് കൊടുത്താൽ വളരെ ഇഷ്ടപ്പെടും. ഇത് കൊടുക്കുമ്പോൾ ഒരു 1/4 ഗ്ലാസ് മാത്രമേ സ്ക്വാഷ് എടുക്കേണ്ടതുള്ളൂ. ബാക്കി വെള്ളവും ചേർത്ത് പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു മുറി നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കാം. നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരുപാട് ചാമ്പക്ക ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ അടുത്ത ചാമ്പക്ക ഉണ്ടാകുന്നത് വരെ നമുക്കിത് ഉപയോഗിക്കുകയും ചെയ്യാം. അതുപോലെ നമുക്ക് ചാമ്പക്ക ഒരുപാട് കിട്ടുന്ന സമയത്ത് ഇത് ജാമുണ്ടാക്കി വയ്ക്കാം, അതുപോലെ ഉപ്പിലിട്ട് സൂക്ഷിച്ച് വയ്ക്കാം, അച്ചാറുണ്ടാക്കാം. ഒരുപാട് ഉപകാരമുണ്ട് ഇതിനെക്കൊണ്ട്. അതുപോലെ ഇതിനെക്കൊണ്ട് ഫ്രഷ് ജ്യൂസാക്കിയിട്ടും കുടിക്കാം. കുറച്ച് മധുരം ചേർത്ത് വേണം ഉണ്ടാക്കാം. അങ്ങനെ നമ്മുടെ സ്ക്വാഷ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നന്നായി തണുത്തതിന് ശേഷം ഇത് കുപ്പിയിലാക്കി സൂക്ഷിച്ചെടുക്കാം. അതുപോലെ ഇഷ്ടംപോലെ ചാമ്പക്കൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി സൂക്ഷിച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കണം. ഇത് ഒരിക്കൽ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് തന്നെ തീരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും പ്രാവശ്യമായിട്ട് ഉണ്ടാക്കും. ഒരു വക കെമിക്കലും ചേർക്കാത്ത സാധനമായതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നല്ല സൂപ്പർ സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.